പാലക്കാട് മണ്ണാർക്കാട് ഭക്ഷണത്തിൽ വിഷം കലർത്തി ഭർത്താവിന്റെ മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ കുറ്റക്കാർ. കേസിൽ ശിക്ഷാവിധി ശനിയാഴ്ച പ്രഖ്യാപിക്കും. കരിമ്പുഴ പടിഞ്ഞാറേതിൽ ഫസീല, ഭർത്താവ് ബഷീർ എന്നിവരാണ് കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയത്. കൂടത്തായി കേസിന് സമാനതയുള്ള കുറ്റം നടന്നതായി അന്വേഷണ സംഘം വിലയിരുത്തിയ കേസാണ് മണ്ണാർക്കാട് നബീസ കൊലക്കേസ്. 2016 ജൂൺ 23-നായിരുന്നു 71-കാരി തോട്ടര സ്വദേശി നബീസ കൊല്ലപ്പെട്ടത്. 8 വർഷത്തെ വിചാരണയ്ക്ക് ശേഷമാണ് വിധിയെത്തുന്നത്. മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് പ്രത്യേക കോടതി ജഡ്ജി ജോമോൻ ജോണാണ് പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. 2016 ജൂൺ 24-നാണ് നബീസയുടെ മൃതദേഹം ആര്യമ്പാവ ഒറ്റപ്പാലം റോഡിൽ നായാടിപ്പാറയ്ക്ക് സമീപം റോഡരികിൽ കണ്ടെത്തുന്നത്. കൊലപാതകത്തിന് 4 ദിവസം മുമ്പ് നബീസയെ ബഷീർ മണ്ണാർക്കാട്ടുള്ള തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. 22-ാം തീയതി രാത്രി ചീരക്കറിയിൽ ചിതലിനുള്ള മരുന്ന് ചേർത്ത് നബീസയ്ക്ക് കഴിക്കാൻ നൽകിയിരുന്നു. ഇത് കഴിച്ചെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് മനസ്സിലാക്കിയതോടെ രാത്രി ബലം പ്രയോഗിച്ച് നബീസയുടെ വായിലേക്ക് വിഷമൊഴിക്കുകയായിരുന്നു. മരിച്ചെന്നുറപ്പിച്ച ശേഷം മൃതദേഹം 1 ദിവസം വീട്ടിൽ സൂക്ഷിച്ചു. തുടർന്ന് 24-ന് രാത്രിയോടെ ബഷീറും ഫസീലയും തയ്യാറാക്കിയ ആത്മഹത്യാക്കുറിപ്പ് സഹിതം മൃതദേഹം റോഡിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ആത്മഹത്യാക്കുറിപ്പ് നോട്ട്ബുക്കിൽ ഫസീല പലതവണ എഴുതിയിരുന്നതായും ഇതൊരു മറ്റൊരു പേപ്പറിലേക്ക് പകർത്തിയെഴുതിയത് ബഷീറാണെന്നും പോലീസ് കണ്ടെത്തി. എഴുത്തും വായനയും അറിയാത്ത നബീസയുടെ സഞ്ചിയിൽ നിന്നും കണ്ടെടുത്ത കത്താണ് അന്വേഷണത്തിന് വഴിത്തിരിവായത്. ഭർത്താവിന്റെ പിതാവിന് മെത്തോമൈൻ എന്ന വിഷപദാർത്ഥം നൽകി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഫസീല ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. തൃപ്പൂണിത്തുറയിൽ പർദ്ദ ധരിച്ചെത്തി മുളകുപൊടി സ്പ്രേ ചെയ്ത് പണവും ആഭരണവും കവർന്ന കേസിലും 2018-ൽ കല്ലേക്കാട് ബ്ലോക്ക് ഓഫീസിന് സമീപത്തെ ഫ്ളാറ്റിൽ നിന്നും സ്വർണം കവർന്ന കേസിലും ഫസീല പ്രതിയാണ്. UTV ന്യൂസ്, പാലക്കാട്.